ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ലോങ് റൂട്ട് ഓടുന്നതുകൊണ്ട് തന്നെ ഇതിൽ ടോയ്ലറ്റും ഫ്രിഡ്ജും ഡ്രൈവർക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ്. ഞങ്ങളൊരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി. പാസഞ്ചേഴ്സിന് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനാണിത്. ഡ്രൈവർ ക്യാബിൻ്റെ തൊട്ട് റൈറ്റ് സൈഡായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. ഈ ഡാഷ്ബോർഡിൽ ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഭക്ഷണങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം ആവും തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അതുവരെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ചെയ്യുക. ഇവിടെ പുറത്തുനിന്ന് കഴിക്കലൊന്നും പോസിബിളല്ല. ബസ് 52 സീറ്റ് ഉള്ള ബസ്സാണ് വരുന്നത്. 52 സീറ്റാണ് ബസ്സിലുള്ളത്. പിന്നെ സെൻട്രൽ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഷെൽട്ടർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള റൂമാണത്. ഇവിടെ നമുക്ക് AC-യും പിന്നെ ലൈറ്റും കോ ഡ്രൈവറെ വിളിക്കാനുള്ള ഫോണ് എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഡോറ്. ടോയ്ലറ്റ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലത്തെ ടോയ്ലറ്റാണ്. വെള്ളവും എയറും കൂടി മിക്സായിട്ട് ക്ലീൻ ആവുന്ന ഒരു ടോയ്ലറ്റാണ് ഫ്ലഷ് അടിക്കുമ്പോൾ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്മോക്ക് ഡിറ്റക്ടർ കാണാം. ഇത് വല്ലവരും സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈവർക്ക് അലറാം കിട്ടും. പിന്നെ അവിടെ ഒരു മിററുണ്ട്. പിന്നെ സൈക്കിളിൻ്റെ ബസ്സിൻ്റെ പിറകിലായിട്ട് സൈക്കിൾ വെക്കണ ഒരു സ്റ്റാൻഡുണ്ട്. 4 സൈക്കിൾ വരെ നമുക്ക് ഒരേ സമയം ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.